Okay, good morning. All of you mark the attendance. Good morning, Miss. മറക്കാതെ attendance mark. Good Good morning. മിസ് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നത് എല്ലാ മക്കളെയും കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? അറ്റൻഡൻസ് മറക്കാതെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏതക്ഷര ഓർമ്മയുണ്ടോ? സ്വരാക്ഷരങ്ങൾ ഏതക്ഷര പഠിച്ചേ? പറയാൻ പഠിച്ചത് ഏതാ? ഓ ഔ അല്ലേ? ഓ ഔ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പേജ് നമ്പർ എത്രയാ? 23. പേജ് നമ്പർ 23 ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. All of you take your textbook, page number 23. എന്ന അക്ഷരം, സ്വരാക്ഷരങ്ങളിലെ എന്ന അക്ഷരമാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അതിനെപ്പറ്റിയാണ് അല്ലെ, അതിൽ തുടങ്ങുന്ന ഒരു പദവും ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ എൻഡിങ്ങിലേക്ക് എത്താണ് അല്ലെ. സ്വരാക്ഷരങ്ങൾ പറയാൻ പഠിച്ചിട്ടുണ്ട്, അതുപോലെ കുറെ അക്ഷരങ്ങൾ നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ചില്ലക്ഷരങ്ങളെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ചില്ലക്ഷരങ്ങൾ മലയാളത്തിൽ 5 എണ്ണാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ൽ, ഇൽ, ഇൻ, ഇൾ, ഇൽ, ഇൻ, ഇൻ, ഇൾ. ഓക്കെ, 5. അപ്പൊ ഓൾറെഡി നമ്മൾ പഠിച്ച റ, ത, ല, ഇൽ, ന, ന ഇത്രയും അക്ഷരങ്ങളിൽ മുകളിലോട്ട് കേട്ടാം. അത് ഇങ്ങനെ മുകളിലോട്ട് വരക്കേ വേണ്ടു. അപ്പൊ അത് എളുപ്പമാണ് നിങ്ങൾക്ക് പഠിക്കാൻ. പിന്നെ ഇള്ളാണ് കുറച്ചൊരു ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അതിനു മുന്നേ എന്ന അക്ഷരമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അല്ലെ. ഓക്കെ, എന്ന അക്ഷരം അറിയില്ലേ മക്കൾക്ക് എല്ലാവർക്കും? ഓക്കെ, ആ എഴുതിയിട്ട് ഒരു കുഞ്ഞു പൂജ്യമാണ് അല്ലെ. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ലെറ്റർ പഠിച്ചത് അപ്പൊ ഇതാണ് ഇതാണ് അനുസ്വാരം അല്ലെ. ഉണ്ടോ? ഈ ഒരു കുഞ്ഞു പൂജ്യം ഇടുന്നതിനാണ് അനുസ്വാരം എന്ന് പറയുക. ഓക്കെ, ഈ എഴുതി ഒരു കുഞ്ഞു പൂജ്യം ഇടുന്നത് അനുസ്വാരം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണ് പഠിക്കാനുള്ളത്. ഏതാണ്? അംബുജം. ഓക്കെ, ടെക്സ്റ്റിൽ നോക്കിയേ, എന്താ പിക്ചർ ഉള്ളത്? എന്തിന്റെ പിക്ചർ അവിടെ ഉള്ളത് മക്കളെ? എന്താ അത്? ജാനകി, മനു, പേജ് നമ്പർ പറഞ്ഞോ. കേൾക്കുന്നില്ലേ? മഴയുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, മഴയുണ്ട്. നമുക്കിവിടെ പിടിച്ചതേ ഉള്ളൂ മഴ. ഓക്കെ, മോള് ശ്രദ്ധിച്ചിരുന്നാ മതി കേട്ടോ. അപ്പൊ അംബുജം. അംബുജം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആർക്കറിയാം? എന്താ അറിയാനെ അംബുജം? അംബുജം എന്താ അറിയാനെ? താമര. ഓക്കെ, വെരി ഗുഡ്. താമര. നിങ്ങൾ താമര കണ്ടിട്ടുണ്ടോ മക്കളെ? യെസ്, നിങ്ങളുടെ വീട്ടിലുണ്ടോ താമര? അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അല്ലെ. ഇല്ലേ? ഹനിയക്കില്ല. ഇന്നലെ ഹനിയക്കുട്ടി എവിടെയായിരുന്നു പോയത്? ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ, അപ്പോ താമര അല്ലെ. അംബുജം. അംബുജം എന്ന് പറഞ്ഞാൽ എന്താ? താമര. അംബുജം. അമ്പു എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ? വെള്ളം. വെള്ളം, വാട്ടർ, ജലം അല്ലെ. അപ്പോ വെള്ളത്തിൽ കിടക്കുന്നതാണ് അല്ലെ പൂവ്. വെള്ളത്തിൽ കിടക്കുന്ന പൂവാണ് ഇത് താമര. അപ്പൊ അങ്ങനെയാണ് അംബുജം. അമ്പുവിൽ വെള്ളത്തിൽ ജനിച്ചത് അല്ലെ. വെള്ളത്തിൽ തന്നെ ഉള്ള ആളാണ് അത് അംബുജം. നിഹാല് പറയുന്ന എന്റെ വീട്ടില് താമരപ്പൂ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. നിഹാലിന്റെ വീട്ടിലുണ്ട്, മിസ്സിനറിയാം. ഓക്കെ, അപ്പൊ നിഹാലിന്റെ വീട്ടില് താമരപ്പൂ ഉണ്ട്. 2 ഉള്ളൂ ഇന്ന് വിരിഞ്ഞിട്ട്. ഓക്കെ, നിഷാന്റെ വീട്ടിലുണ്ട്. പിന്നെ ആരുടെ വീട്ടിലായുള്ളത്? സായക്കിനില്ലേ? സായക്കേ നമുക്ക് ഉണ്ടാക്കാം, ആരോടെങ്കിലും വാങ്ങാം അല്ലേ. ഓക്കെ, അപ്പൊ താമരപ്പൂ നല്ല ഭംഗിയാണ് കാണാനേ. അപ്പൊ വെള്ളത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ അംബുജം. പിക്ചറിൽ കണ്ടോ അംബുജം? താമര. അമ്പു എന്ന് പറഞ്ഞ വാട്ടർ, വെള്ളം കേട്ടോ. അമ്പു, അംബുജം എന്നാണ് താമരക്ക് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒറ്റൊരു പദാണ് എന്ന അക്ഷരത്തില് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അംബുജം. എന്താ പറയുക? ഉറക്കെ പറഞ്ഞ എല്ലാ മക്കളും. അംബുജം. അംബുജം. ഓക്കെ, നെക്സ്റ്റ് താഴെ നമുക്ക് എന്താ പറയുന്നത് കണ്ടോ? സ്വരാക്ഷരങ്ങൾ. നമ്മൾ ഇതുവരെ പഠിച്ച സ്വരാക്ഷരങ്ങൾ അല്ലെ. സ്വരാക്ഷരങ്ങൾ നമ്മള് പറയാൻ പഠിച്ചിട്ടുണ്ട് നന്നായിട്ട്. നമ്മളെ ഓരോ ലെറ്ററിലും
സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ചേറെ പദങ്ങളും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ എന്ന അക്ഷരമാണ് പഠിച്ചത്. അതില് അംബുജം എന്ന ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്വരാക്ഷരങ്ങളില് ആ ഒന്ന് പറഞ്ഞു നോക്കിയേ എല്ലാവരും. താഴെ കണ്ടോ നമ്മൾ പഠിച്ച ലെറ്റേഴ്സ്? നോക്കിയേ, അത് എന്തെങ്കിലും എഴുതിയത്. ആ ഇ ഈ ഉ ഊ എ ടെക്സ്റ്റ് നോക്കുന്നുണ്ടോ? കൈ വെക്കുന്നുണ്ടോ അവിടെ? മിസ് വായിക്കുന്നിടത്ത് എ ഐ ഓ ഔ അം അ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി മിസ് പറയാ. അംബുജം, അംബുജം. സ്വരാക്ഷരങ്ങള് എന്താ പറയുന്നേ? അക്ഷരമാല താളത്തിൽ ചൊല്ലി പരിശീലിക്കുക എന്നാ പറയുന്നത് അല്ലെ? അപ്പൊ എന്താ ചെയ്യണ്ടേ മക്കളെ? നമ്മൾ പഠിച്ച അക്ഷരങ്ങളെ പറഞ്ഞ് പഠിക്കണം ഇവിടുന്ന്. ഇത് നോക്കിയിട്ട് അല്ലെ? ആ ഇ ഈ ഉ ഊ എ ഐ ഓ ഔ അം അ. കണ്ടോ? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച എന്ന അക്ഷരമാണ് അല്ലെ? നെക്സ്റ്റ് ലാസ്റ്റ് വൺ എവിടെയുണ്ട്? ആന്ന്. ആ കഴിഞ്ഞിട്ടത് എന്താണെന്നറിയോ? വിസർഗം. എന്താ പറയുക? വിസർഗം. അപ്പൊ ഇന്ന് ഇതിനിട്ടൊരു കുഞ്ഞു പൂജ്യം കണ്ടോ മക്കളെ? കാണുന്നുണ്ടോ എല്ലാവരും? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? all of you sit properly. എല്ലാരും നല്ല നീറ്റിൽ ഇരുന്നേ. എങ്ങനെയാ നമ്മൾ ഇരിക്കുക ക്ലാസ്സില്? ഇങ്ങനെയാണോ? ദന്തേവ് അവിടെ നേരെ ഇരിക്കുന്നില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്ന അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന സ്വരാക്ഷരങ്ങളില്. അതില് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പദം പഠിച്ചു, അംബുജം. അംബുജം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? താമര അല്ലെ? വെള്ളത്തിലാണ് അംബുജം, താമര ഉണ്ടാകുന്നത്. നെക്സ്റ്റ് സ്വരാക്ഷരങ്ങളാണ് താഴെയുള്ളത്. എന്തൊക്കെ? ആ ഇ ഈ ഉ തൊട്ടേ മിസ് വായിക്കുന്നത്. തൊട്ട് വായിച്ച ഏതാ? ആ ഇ ഈ ഉ എ ഐ ഓ ഔ അം. എന്ത് ചെയ്യണം? നിങ്ങള് താളത്തിൽ ചൊല്ലിയിട്ട് പരിശീലിക്കണം അക്ഷരമാല. അപ്പൊ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് സ്വരാക്ഷരങ്ങളാണ് അല്ലെ? അപ്പൊ മുതല് നമ്മള് അമ്മ, അച്ഛൻ, അമ്പിളി, അറ, അല, അത് മുതല് വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ പഠിച്ചത്. ഓക്കെ, മറന്നു പോകരുത്. കഴിഞ്ഞ കാര്യങ്ങള് പഠിച്ച കാര്യങ്ങള് മറന്നു പോകരുത്. അപ്പൊ അംബുജം, താമര അല്ലെ? നമ്മൾ പഠിച്ചു. ഇപ്പൊ താമര ഈ വെള്ളത്തിലുണ്ടാവുന്ന വേറെ ഏതെങ്കിലും പുഷ്പം അറിയോ നിങ്ങൾക്ക്? അറിയോ? ഏതാണ് താമര പോലെ വെള്ളത്തിൽ വളർത്തുന്ന? ഏതാ നമ്മള്? ആർക്കറിയാം? ഹാനിയ, ഫാത്തിമക്ക് അറിയോ? പറഞ്ഞേ, എന്താ ഹാനിയ? ഏത് പൂവാ? വെരി ഗുഡ്, ആമ്പൽ പൂവ് അല്ലേ? ആമ്പലും അതുപോലെയാണ് അല്ലേ? വെള്ളത്തിലാ ഉണ്ടാവുക ആമ്പൽ പൂവ്. പാട്ട് കേട്ടിട്ടുണ്ടോ? ആമ്പൽ പൂവേന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അല്ലേ? ആമ്പൽ പൂവ് താമര പോലെ വെള്ളത്തിലാ ഉണ്ടാവുക അല്ലേ? അപ്പൊ അംബുജം. ഒന്നുകൂടി മിസ് വായിക്കൂ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ഒറ്റൊരു പദേ ഉള്ളൂ അതില്. അംബുജം. പറഞ്ഞു നോക്കിയേ എല്ലാവരും ഉറക്കെ. അംബുജം. നോക്കട്ടെ, നിങ്ങൾ പറയുന്നുണ്ട് നോക്കട്ടെ. അംബുജം, അംബുജം. ഉറക്കെ പറഞ്ഞു എല്ലാവരും. അംബുജം. അംബുജം. ഇ ഉ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത് അല്ലേ? അപ്പൊ എന്ത് വായിക്കണ്ടേ നമുക്ക്? ആ പേജ് ആരാ വായിക്കുന്നേ ഫസ്റ്റ്?
ആരാ ഇന്ന് റിസ്വാൻ ഓക്കെ ആ റിസ്വാൻ വായിച്ചു അംബുജം അംബുജം നെക്സ്റ്റ് ആ ഈ ഉ ആ അക്ഷരങ്ങൾ മറന്നുപോയോ ഒന്ന് വായിച്ചേ ഫസ്റ്റ് വൺ മുതല് ആ ഈ ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് റിഹാൻ എനിക്ക് പേര് വിളിക്കാൻ പറഞ്ഞേ അംബുജം ഐ ഓ ഔ ആ വെരി ഗുഡ് നെക്സ്റ്റ് മാനവ് ഷൈജു അംബുജം ഈ ഉ ഐ ഓ ഔ വെരി ഗുഡ് ഓക്കെ നെക്സ്റ്റ് സയാൻ അംബുജം ഐ വെരി ഗുഡ് നെക്സ്റ്റ് റിഷാൻ അംബുജം ഈ ഉ അപ്പോ എന്നുള്ളതിന് ചുറ്റും ഒരു പൂജ്യം കണ്ടു കഴിഞ്ഞാൽ അനുസ്വാരം എന്നാ പറയുവേ അനുസ്വാരം തരം വരം മരം എന്നൊക്കെ എഴുതുമ്പോ നമ്മള് അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അനുസ്വാരം മനസ്സിലാക്കണേ അതിനുശേഷം ആ എന്നുള്ളതിനാണ് വിസർഗം അനുസ്വാരവും വിസർഗവും മനസ്സിലാക്കണം കേട്ടോ ആ ഇനി അടുത്ത ആള് ദന്തേവ് അംബുജം ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ഋഷിദേവ് അംബുജം ഐ ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് അഫിയ അംബുജം ഈ ഉ
I Very good. Very good. Next, Ishida. Ambujam. Okay, very good. Next, Nihal. Ambujam. അല്ല മോനല്ലേ നിഹാല് വേഗം വായിക്ക്. Ambujam. ആ ഇ ഈ ഉ ഊ എ ഐ ഐ ഓ ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് നിഹാര. നിഹാര വായിച്ചേ വെച്ചതില്. ഐ ഓ ഔ ഓക്കെ വെരി ഗുഡ്. ഓക്കെ നെക്സ്റ്റ് നിഷാൻ. ഇ ഈ എ ഓ ഔ ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് സായക്ക്. സായക്ക് അഡ്മിറ്റ് ചെയ്തോ. അംബുജം ഇ ഈ ഉ ഊ ഓ ഔ ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് മർവാൻ. Ambujam. Okay, very good. Next, Janagi Mani. Ambujam.
ഐ O ഔ O ഓക്കെ വെരി ഗുഡ് ജാനകി. നെക്സ്റ്റ് ഹർഷ. Ambujam E A I U Id I O ഓക്കെ വെരി ഗുഡ് ഹർഷാൻ. നെക്സ്റ്റ് ഫാത്തിമ. വെരി ഗുഡ് ഫാത്തിമ. നെക്സ്റ്റ് ഹനിയ ഫാത്തിമ. ഹനിയ ഫാത്തിമ. Ambujam ഇ ഇ ഉ ഇറ് എ ഐ ഒ ഔ ഓക്കെ വെരി ഗുഡ്. ഇപ്പൊ എല്ലാ മക്കളും വായിച്ചില്ലേ? ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ വായിക്കാൻ? എല്ലാരും വായിച്ചു. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് എന്ന സ്വരാക്ഷരം പഠിച്ചു, അംബുജം എന്ന വേർഡ് പഠിച്ചു. നെക്സ്റ്റ് ആ ഇ ഉ ഇറ് എ ഐ ഒ ഔ ഇതുവരെ അക്ഷരമാല ശരിക്കും പറയാൻ പഠിച്ചില്ലേ? പഠിച്ചോ? നോക്കി നോക്കി പറയാൻ പറ്റുന്നില്ല ചിലവർക്ക് അല്ലെ? അപ്പൊ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കണം അല്ലെ? നെക്സ്റ്റ് നമുക്ക് ഇന്ന് പഠിച്ചത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ 2 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു? ഓർമ്മയുണ്ടോ എല്ലാ മക്കൾക്കും? ഏതൊക്കെയായിരുന്നു? ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ. ചില്ലക്ഷരങ്ങളിലെ ഫസ്റ്റ് 1 2 നമ്മൾ എഴുതി കാണിച്ചു അല്ലെ? അപ്പൊ ഇന്ന് അക്ഷരദീപത്തിൽ നിങ്ങൾ അത് എഴുതണം കേട്ടോ. ഹോംവർക്ക് ചില്ലക്ഷരങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. അതില് ഇറും ഇല്ലും ഇന്നലെ പഠിച്ചു. ഒന്ന് കാണിച്ചേ. വെരി ഗുഡ് ആഫിയ, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാ എളുപ്പം പഠിച്ചത്? അപ്പൊ എങ്ങനെയാ നമ്മൾ ഫസ്റ്റ് പഠിച്ചത്? ഫസ്റ്റ് 1 നമ്മൾ എന്ത് പറഞ്ഞു? റാ എഴുതുക, എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറ്റും അല്ലേ? നമ്മൾ റാ എഴുതി മുകളിലേക്ക് കയറ്റി അല്ലേ? ഓക്കെ. അപ്പൊ എന്തായി? എന്താണ്? ചില്ലക്ഷരങ്ങളാണ് പറയുന്നത്. അപ്പൊ ചില്ലക്ഷരങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണം കേട്ടോ. അപ്പൊ എന്നാണ് ഇത് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് 1 താ എഴുതുക. താ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിലേക്ക് കയറ്റും അല്ലെ? താഴെ. ഓക്കെ വെരി ഗുഡ് ജാനകി മനു. നെക്സ്റ്റ് ഏതാ നമ്മൾ ഇന്ന് പഠിക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? നാ എഴുതിയേ എല്ലാവരും മക്കൾ, നാ എഴുതിയേ. നാ എങ്ങനെ എഴുതുന്ന? ഓക്കെ, ഇതാ നാ എഴുതുന്നേ. നമ്മൾ ആദ്യം നാ എഴുതും അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? ഇതാണ് നാ അല്ലെ? ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറ്റുക. ഓക്കെ. അപ്പൊ എന്തായി? ഇൻ. എന്താണ്? ഇൻ. നോക്കട്ടെ എല്ലാവരും എഴുതുന്നത്. ആദ്യം നാ എഴുതിയേ. ഹർഷാലെ വേഗം എഴുതി കാണിച്ചേ മിസ്സിനെ. നാ എഴുതി. വെരി ഗുഡ് റിഹാൻ, വെരി ഗുഡ്. അപ്പൊ നാ എഴുതി മുകളിലോട്ട് കയറ്റി. അപ്പൊ എന്തായി? ഇൻ എന്ന ചില്ലക്ഷരമാണ്. ഇൻ എന്ന ചില്ലക്ഷരം അല്ലെ? അപ്പൊ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ് റാ, താ, ന. അപ്പൊ അത് വെച്ചാണ് നമ്മളിപ്പോ എഴുതുന്നത് അല്ലെ? റാ എഴുതി മുകളിലോട്ട് കയറ്റി, നെക്സ്റ്റ് താ എഴുതി മുകളിലോട്ട് കയറ്റി, ന എഴുതി മുകളിലോട്ട്.
ഇൽ ഇർ ഇൽ ഇന്ന് അല്ലേ? ഓക്കെ, റിഹാനയും അടുത്തോ? മാനവ് എഴുതി. നെക്സ്റ്റ് വേറെ ആരാ എഴുതി നോക്കട്ടെ മിസ്. നെക്സ്റ്റ് ഓക്കെ. അപ്പോ ഇൽ ഇൽ മാനവ് ഷെയ്ജ് എഴുതിയോ? ഫാത്തിമ എം മുഹമ്മദ് മർവാൻ എഴുതി. പഠിച്ചോ? ആഫിയ എഴുതി. ഷിദ വെരി ഗുഡ്. എളുപ്പമാണ് അല്ലെ? നമുക്ക് നമ്മൾ രായും നായും തായും ഒക്കെ പഠിച്ചുകൊണ്ട് അല്ലെ? ഋഷിദേവ് എന്തായി? ഋഷിദേവ് എഴുതുന്നുണ്ടോ? നിഹാൽ നിഹാര നിഷാൻ എഴുതിയിട്ടുണ്ട്. റിഷാൻ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് മുഹമ്മദ് റിസ്വാൻ എഴുതി. അടുത്ത ആരാ എഴുതി നോക്കട്ടെ? സയാൻ എഴുതുന്നുണ്ട്. പിന്നെ ആരാ? സായക്ക് എഴുതി. വെരി ഗുഡ്. ധൻദേവിനെ കാണുന്നില്ല, വീഡിയോ ഓഫ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് ഇൻ എന്ന ചില്ലക്ഷരം പഠിച്ചു. നെക്സ്റ്റ് വൺ നമ്മൾ പഠിച്ച അക്ഷരാണ് എന്ത്? ന എഴുതി എല്ലാവരും. എങ്ങനെയാണ് എഴുതുന്നത്? എല്ലാ മക്കളും ഒന്ന് എഴുതി നോക്കിയ. ധൻദേവേ ഇർ ഇൽ ഇൻ എഴുതിയോ? ഇർ ഇൽ ഇൻ. അപ്പൊ നമ്മൾ രണ്ടക്ഷരം ഇന്നലെ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ എഴുതി മുകളിലോട്ട് ആക്കുക. ഇത് എന്ത്? ഇൻ എന്ന ചില്ലക്ഷരം അല്ലെ? നെക്സ്റ്റ് നമ്മൾ എഴുതി കാണിച്ച് സയാനൊന്ന്. സായൊക്കെ നമ്മൾ പഠിച്ച എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും റിസ്വാനെ? ആർക്കറിയാം എഴുതാൻ? വെരി ഗുഡ്. സയാനോടുത്ത് നോക്കട്ടെ ഒന്ന് വൃത്തി. എനിക്ക് ഇതെവിടെ? സായൊക്കെ എഴുതിയിട്ടുണ്ട്. സയാൻ എഴുതി ഞാൻ കാണുന്നില്ല. അങ്ങനെ സായക്ക് എഴുതി. എന്ത് ചെയ്യണമെന്നറിയോ? സായക്ക് എഴുതി നായില് കണ്ടോ? ഇവിടെ നമ്മൾ എഴുതി അല്ലേ? നമ്മൾ പഠിച്ചതാണ്. വെരി ഗുഡ് സയാൻ. എല്ലാം ഉണ്ടല്ലേ? ഇതാ. എന്നിട്ട് ഇങ്ങനെ ആക്കേ. അപ്പൊ എന്തായി? എഴുതിട്ട് എന്ത് ചെയ്തു മിസ്? ഇവിടുന്ന് ഇങ്ങനെ ഒറ്റ മുകളിലോട്ട് അല്ലേ? അപ്പൊ എന്തായി? മക്കള് പഠിച്ചോ? അപ്പൊ 4 ചില്ലക്ഷരങ്ങളായി. ഏതൊക്കെ? ഇൽ ഇൻ ഇൻ. ഫസ്റ്റ് വൺ ഇർ, നെക്സ്റ്റ് ഇൽ, അടുത്തത് ഇൻ, അടുത്തത് ഇൻ. ഓക്കെ, എല്ലാവരും എഴുതി നോക്കിയേ. അപ്പൊ എഴുതുക, മുകളിലോട്ടാക്കുക. നോക്കട്ടെ, എല്ലാവരും എഴുതിയത് കാണിച്ചേ മിസ്സിനെന്ന്. സയാൻ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സായക്ക് എഴുതി. വെരി ഗുഡ്, വെരി ഗുഡ്. റിസ്വാൻ വെരി ഗുഡ്. ധൻദേവ് വെരി ഗുഡ്. ഒക്കെ നന്നായി എഴുതിയിട്ടുണ്ട് അല്ലേ? പിന്നെ ആരൊക്കെ എഴുതിയ നോക്കട്ടെ? ഹർഷാൻ, ആഫിയ, മുഹമ്മദ് റിഹാൻ, നിഷാൻ, നിഹാര, നിഹാൽ എവിടെ? ജാനകി മനു എഴുതിയോ? ജാനകി മനു. മാനവ് ഷൈജു വെരി ഗുഡ്. ഋഷിദേവിന്റെ കണ്ടില്ല എഴുതിയത്. റിഷാൻ, ധൻദേവ് എഴുതി. മുഹമ്മദ് റിസ്വാൻ എഴുതി. ഫാത്തിമ എന്തായി? ഫാത്തിമ മർവാനെ ഞാൻ കാണുന്നേ ഇല്ല. ആളെ എവിടെ പോയി? ഹാനിയ ഫാത്തിമ വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എല്ലാ മക്കളും എഴുതാൻ പഠിച്ചു. നിഷിത എഴുതിയോ? റിസ്വാനെ എവിടെ കാണിച്ചേ? അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു ചില്ലക്ഷരങ്ങള്? വെരി ഗുഡ്. അപ്പൊ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെ പഠിച്ചു? ഇഷിത എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ? അപ്പൊ റാ എഴുതി മുകളിലോട്ടാക്കി ഇറായി. താ എഴുതി മുകളിലോട്ടാക്കുമ്പോ ഇല്ലായി. നെക്സ്റ്റ് ഞാ എഴുതി മുകളിലോട്ടാക്കി ഇന്നായി. അടുത്തത് നാ എഴുതി മുകളിലോട്ടാക്കി ഇൻ. ഇനി ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലെ? ഇല്ല, അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ എന്താണ്? എല്ലാരും ഓർത്ത് പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണ് ചില്ലക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നതില്? ഇൽ, ഇൻ, ഇൻ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഒന്നുകൂടി ഉണ്ട്. 3 നിങ്ങളെ പഠിപ്പിച്ച ബുദ്ധിമുട്ടാവോ? മറന്നു പോവോ? അപ്പൊ ഇതെന്തൊക്കെയാ വായിക്കുക? സായക്കൊന്ന് വായിച്ച്. സായക്കെ
വായിച്ച സായൊക്കെ ഇതേതാ? ഇത് മിസ്സിന്റെ ഇതിലേക്ക് നോക്കൂ, ഇത് എഴുതിയ ബോർഡിലേക്ക് നോക്കൂ. ഫസ്റ്റ് വൺ നെക്സ്റ്റ്, അടുത്തത് മറന്നുപോയോ? നെക്സ്റ്റ് ഓക്കെ. ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും, ഇത് ഓക്കെ. മർവാൻ ഒന്ന് വായിച്ചേ. മർവാൻ, ഇത് ഏതൊക്കെയാ? ഇതേതാ ഫസ്റ്റ് വൺ? മിസ് കണ്ടോ? ഇത് ഇതേതാ? കാണുന്നില്ലേ? ഇതെന്താ വായിക്കുക? നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് നെക്സ്റ്റ് അല്ലേ? ഓക്കെ. ചില്ലക്ഷരങ്ങളാണ് ഓക്കെ. അടുത്ത നമുക്ക് ഇനി ഒന്നുകൂടിയേ ഉള്ളൂ, ഉള്ളാണ്. നമ്മൾ പഠിക്കാത്ത അക്ഷരം വെച്ചാണ് അല്ലേ? ഇതുകൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് സ്വരാക്ഷരങ്ങൾ പഠിക്കാം, എഴുതി പഠിക്കാം അല്ലെ? എഴുതാൻ. അപ്പൊ എല്ലാവരും മക്കളെ ഇതുവരെ കൃത്യമായി പഠിക്കണേ. ഹോംവർക്ക് ഒക്കെ എഴുതണം, 2 ലൈൻ ബുക്കിലും കൂടി എഴുതണം. എഴുതുന്നുണ്ടോ എല്ലാവരും? അക്ഷരദീപം ബുക്കൊക്കെ എടുത്തു നോക്കിയേ. എല്ലാവരും എടുത്തേ ഒന്ന് നോക്കട്ടെ, ഏത് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. അക്ഷരദീപം ബുക്ക് ഏതാ? കണ്ടോ? അക്ഷരദീപം ഏ. എന്താണ് ചായക്കിന് ദേഷ്യം വന്നേ? ചായക്ക് ഇതുവരെ എഴുതിയിട്ട് നോക്കട്ടെ. നാ. ഓക്കെ, ആഫിയ നാ വരെ എഴുതി. വെരി ഗുഡ്. നെക്സ്റ്റ് ലാ വരെ എഴുതി. ലാ. നെക്സ്റ്റ് പേജിലാണ് ഇള്ളത് അല്ലേ? ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ? ഇന്നലെ നമ്മൾ പഠിച്ചത് 2 ലൈൻ ബുക്കിലും എഴുതി മാനവ് ഷൈജു അല്ലേ? വെരി ഗുഡ്. നിങ്ങള് അക്ഷരദീപത്തിൽ എഴുതുന്ന കാര്യങ്ങള് 2 ലൈൻ ബുക്കിലൂടെ എഴുതണം കേട്ടോ. 1 പേജ് വെച്ച് എഴുതണം. എഴുതി പോണം കേട്ടോ. ലാ വരെ എല്ലാവരും എഴുതി. നെക്സ്റ്റ് നമുക്ക് എഴുതണം കേട്ടോ. അപ്പൊ നമ്മൾ എഴുതിയല്ലേ മുഹമ്മദ് സയാൻ അല്ല റിസ്വാൻ? ഓക്കെ, വെരി ഗുഡ്. ഇറും ഇല്ലും എഴുതി. അപ്പൊ ഇറും ഇല്ലും ഇന്നും ഇന്നും വരെ ഇനി അടുത്ത ആഴ്ചക്ക് എഴുതണം കേട്ടോ. നമ്മൾ പഠിച്ചില്ലേ ഇന്ന് വരെ? അപ്പൊ എല്ലാ മക്കളും നന്നായി എഴുതി പഠിക്കുക. അതുപോലെ പാഠം ഫസ്റ്റ് മുതൽ തന്നെ വായിക്കണം കേട്ടോ. നമ്മുടെ പുസ്തകം, ഈ തളിരി എന്ന പുസ്തകം ഫസ്റ്റ് മുതൽ തന്നെ മക്കള് വായിച്ചുകൊണ്ടിരിക്കണം. വായിക്കുമ്പോ എല്ലാ ദിവസവും ഓക്കെ, മുതലുള്ള അക്ഷരങ്ങൾ വെച്ച് വായിച്ചു പോകും. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും വായിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അല്ലേ? അപ്പൊ ഇനി അടുത്ത ആഴ്ചയാണ് കാണുക. നമുക്ക് നല്ല 2 പാട്ടാണ് ഇനി അടുത്ത പേജിൽ പഠിക്കാനുള്ളത്. ഉണ്ടോ? ഇത് അടുത്ത പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. കുറെ ദിവസമായില്ലേ, കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പൊ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി അടുത്ത ദിവസം നമുക്ക് 2 പാട്ടാണ് പഠിക്കാനുള്ളത് അല്ലെ? ഒരു കാറ്റിന്റെ പാട്ടും പിന്നെ ഇടിയുടെ പാട്ടും അല്ലെ? ഇടിയും കാറ്റൊക്കെയുള്ള പാട്ട്. ഓക്കെ ഓക്കെ, ബൈ. എല്ലാവരും ഇത് എഴുതി പഠിക്കണേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് എന്ത് ചെയ്യണം? ചില്ലക്ഷരങ്ങൾ എണ്ണ വരെയുള്ളത് കഴ്സീവ് ബുക്കിൽ എഴുതണം. അതുപോലെ 2 ലൈൻ ബുക്കിൽ എഴുതുക. അതേ ചായക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ബൈ. സീ യു. ബൈ ബൈ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.